ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഭാവി പൗരന്മാർ അവരെ നിർണയിക്കുന്ന മത്സര പരീക്ഷകൾ അത് പരമപ്രധാനമാണ്. ഭാവിയിലെ ഡോക്ടർമാരെയും നാളത്തെ അധ്യാപകരെയും ഗവേഷകരെയും എല്ലാം നിശ്ചയിക്കുന്ന മത്സര പരീക്ഷകൾ. ഭാവിയിലെ ഡോക്ടർമാരെ നിർണയിക്കാനായി നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി നടത്തുന്ന പരീക്ഷകളിലാണ് വൻ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന വിവരം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയാണ് UGC നെറ്റ് പരീക്ഷ ചോർന്നു, അതിൽ അഴിമതി നടന്നു എന്ന വിവരം പുറത്തു വന്നത്. ഇപ്പോൾ നെറ്റ് പരീക്ഷ റദ്ദാക്കുകയും 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നെറ്റ് പരീക്ഷ നാളത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകരും ഗവേഷകരും ആകേണ്ട ആളുകളെ കണ്ടെത്താൻ വേണ്ടി നടത്തിയ മത്സര പരീക്ഷ റദ്ദാക്കി ആ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ CBIയെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോഴും 25 ലക്ഷത്തോളം 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ, അതിൽ നടന്ന ക്രമക്കേടുകൾ, അഴിമതികൾ, ചോദ്യപേപ്പർ ചോർച്ച എല്ലാം പുറത്തു വന്നിട്ടും കർശനമായ ഒരു നടപടി എടുക്കാൻ പോയിട്ട് കമ എന്നൊരക്ഷരം മിണ്ടാൻ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വീട്ടിലേക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഓഫീസിലേക്കും എല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസമായി വിദ്യാർത്ഥി സംഘടനകൾ NSUവും SFIയും JNUവിലെ വിദ്യാർത്ഥി യൂണിയനും അടക്കം ABVP അടക്കം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭ രംഗത്താണ്. ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത് ഗുജറാത്തിലും ബീഹാറിലും രാജസ്ഥാനിലും ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ്. ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. ബീഹാർ ആയാലും രാജസ്ഥാനായാലും ഗുജറാത്ത് BJPയുടെ എന്താ പറയുക, അവരുടെ മാത്രം ശക്തി കേന്ദ്രമാണ്. ദീർഘകാലമായി മോദിയും അതിനുശേഷവും BJP അടക്കി ഭരിക്കുന്ന ഗുജറാത്തിലാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, 3ാം മോദി സർക്കാർ അധികാരം ഏൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, ജൂൺ 4-ന് വോട്ടെണ്ണി പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന കാലയളവിൽ ഒരു സർക്കാർ ഇല്ലാതിരിക്കെ ആ സമയത്താണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുന്നതിനോടൊപ്പം എല്ലാവരുടെയും ശ്രദ്ധ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മാത്രം ആയിരിക്കെയാണ് നീറ്റ് പരീക്ഷ ഫലങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ ഗ്രേസ് മാർക്ക് നൽകി ആയിരക്കണക്കിന് കുട്ടികളെ വിജയിപ്പിച്ചു, മുഴുവൻ മാർക്ക് നൽകി 100 കണക്കിന് കുട്ടികളെ വിജയിപ്പിച്ചു. ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്തതുപോലെ അനേകം വിദ്യാർത്ഥികൾക്ക് 100% മാർക്കും ലഭിച്ചു. ഇത് വിവാദമായപ്പോൾ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഗ്രേസ് മാർക്ക് പിൻവലിക്കപ്പെട്ട് അത് പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് 1% പോലും, 1%മല്ല, 0% പോലും സംശയം നീറ്റ് പരീക്ഷയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട കോടതി വരുന്ന 8-ാം തീയതിയിലേക്ക്, ജൂലൈ 8-ലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. 14 ഹർജികളാണ് സ്വകാര്യ വ്യക്തികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നു. ഇപ്പോഴും മണിപ്പൂർ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് പോലെ നീറ്റ് പരീക്ഷാ ചോർച്ചയിലും അഴിമതിയിലും പ്രധാനമന്ത്രി മോദി മൗനം പാലിക്കുകയാണ്. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ മൗനം പാലിക്കുക എന്ന് പറയുന്നത് തികച്ചും കുറ്റകരമായ ഒന്നാണ്. മൗനമല്ല യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്.